ഇന്ന് നമുക്ക് ഈ സ്പോഞ്ച് വെച്ചൊരു പെൻ ഹോൾഡർ സെറ്റാക്കാം. ഈ ഒരു സ്പോഞ്ച് കിട്ടിയോണ്ട് തന്നെ തൽക്കാലം നമുക്ക് കാർഡ്ബോർഡിന് റെസ്റ്റ് കൊടുക്കാം. ആദ്യം തന്നെ ഒരു ക്ലൗഡ് ഷേപ്പിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണേ. ആദ്യം ഒരു പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ വെച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ഈക്വൽ ഷേപ്പിൽ കിട്ടും. ഇനി ഇതുപോലെ കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒരു ലീഫും കൂടെ കട്ട് ചെയ്തെടുക്കണേ. ഇനി ആ കട്ട് ചെയ്തെടുത്ത സ്പോഞ്ചിന് നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. വേറൊന്നല്ല, വേറൊരു ചാനൽ ഇത് ഉണ്ടാക്കണം കണ്ടപ്പോൾ എൻ്റെ കസിനെ എനിക്ക് അയച്ചതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സ്പോഞ്ചിനെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വന്നത് ആ വീഡിയോ ആണ്. സ്പോഞ്ച് പെയിൻറ്റ് തീർക്കുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റും കൂടി ചെയ്താൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. അവൾ എനിക്ക് അയച്ചെന്ന സെയിം കളറിൽ തന്നെയാണ് ഞാനും ചെയ്തത്. അടുത്ത സ്റ്റെപ്പ് എന്താ, കുറച്ച് ക്യൂട്ട്നെസ്. അത് നിർബന്ധം. വെറും ഒരു ക്ലൗഡ് ഷേപ്പായിട്ട് കാര്യമില്ല, ഒന്ന് കണ്ണും മൂക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിക്കോളൂ. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു സോപ്പ് ബോക്സാണ്. ഈ ഒരു സോപ്പിന് നല്ല മണം കേട്ടോ. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മണം വന്നു. ഇനി ആ 2 പീസ് ഇതിൽ കൊട്ടിച്ചു കൊടുക്കാം. സാധാരണ ഒരു റെഫറൻസ് വീഡിയോ ചെയ്താൽ കൊള്ളാവാറാണ് പതിവ്, പക്ഷേ ഇത് കൊള്ളാമല്ലേ.